സ്തുതിക്കുകയും ആരാധിക്കുകയും എല്ലാ കാര്യങ്ങളും ഭയങ്കര ആക്റ്റീവായി. അപ്പോഴത്തെ കൂടാനുള്ള അവസരം കിട്ടി. അപ്പോൾ കൗൺസിലിങ്ങിന് എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ചെന്നിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ആവേശം കൊള്ളാം, ഇങ്ങോട്ട് പറയുന്നു, ആവേശം കൊള്ളാം, പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ കയറി ഓടണ്ട. കർത്താവിൻ്റെ മുമ്പിൽ കയറി ഓടണ്ട. 2 വർഷമായിട്ട് മുഹമ്മദ് സ്വീകരിച്ചിട്ട് 2000-ലാണ് സ്വീകരിക്കുന്നത്. 2002-ലാണ് ഈ ആദ്യത്തെ ധ്യാനം. നമ്മൾ ധ്യാനത്തിന്റെ ധ്യാനങ്ങൾ കൂടാറുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു താമസമുള്ള ധ്യാനത്തിന് പളത്തുവേല് സിസ്റ്റേഴ്സിൻ്റെ വാക്യത്തിൻ്റെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഉള്ളൊരു ധ്യാനമാണ്. അത് ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സിസ്റ്റർ പറയുകയാണ്, കർത്താവിൻ്റെ മുമ്പിൽ കയറി ഓടണ്ട, കാത്തിരിക്കുക, വായിക്കുക. ധാരാളം പുസ്തകങ്ങൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്, ബൈബിൾ കാണിച്ചു തരുന്നുണ്ട്, വായിക്കുക, പഠിക്കുക. അപ്പോൾ കർത്താവ് ചിന്തകൾ രൂപപ്പെടുത്തും, വാക്കുകൾ രൂപപ്പെടുത്തും, സൗമ്യമുള്ള വാക്കുകൾ തരും, സൗഖ്യപ്പെടുത്തുന്ന വാക്കുകളും ചിന്തകളും തരും. അങ്ങനെ കർത്താവ് ഒരു പടിപടിയായിട്ട് നമ്മളെ വളർത്തിയെടുക്കും. എന്നിട്ട് മതി ശുശ്രൂഷിക്കുന്നു. 2000 2 വർഷമാണ് മുഹമ്മദ് സ്വീകരിച്ചത്. അദ്ദേഹത്തിന് വലിയ ആവേശമാണ്. ഞാൻ ആവേശം കൊണ്ട് ഞാൻ തുള്ളി നിൽക്കുകയാണ്, പശുക്കുട്ടി തുള്ളിക്കുന്ന പോലെ. പക്ഷേ ആത്മീയതയിൽ ശിശുവാണെന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് വലിയ ബോധ്യമുണ്ടെങ്കിലും ഞാൻ അംഗീകരിക്കുന്നില്ല. എന്നെ കൗൺസിൽ ചെയ്ത വരമുള്ള ദർശനങ്ങളുള്ള സിസ്റ്റർ പറഞ്ഞാൽ വേണ്ട, കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, പഠിക്കുക. അപ്പോൾ ദൈവം രൂപപ്പെടുത്തും. വാക്കുകൾ മൃദുവായിട്ടുള്ള വാക്കുകൾ രൂപപ്പെടുത്തും. സ്വഭാവത്തിൽ മാറ്റം വരും. ദേഷ്യവും കോപം എല്ലാം മാറ്റിത്തരും. എന്നിട്ട് മതി കർത്താവിൻ്റെ മുമ്പിൽ നടക്കാൻ.